വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. ചേന, നേന്ത്രക്കായ, കുതിർത്ത കടല എല്ലാം ഇവിടെ തുല്യ അളവിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരേ വലിപ്പത്തിലാണ് കായയും ചേനയും ഏകദേശം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ഈ കടല വേവിച്ചെടുക്കണം. കടല കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇത്രയും കടലക്ക് ഞാനൊരു 3/4 ഗ്ലാസ് ഏകദേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. രണ്ട് കറിവേപ്പില. കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചു. ഇനി കുറച്ച് കുരുമുളക് ചൂടാക്കിയെടുക്കാം. ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ ചീനച്ചട്ടിയിൽ കുറച്ച് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താൽ മതി. കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തു. ഒരു വിസിലടിച്ചു. ഇനി ഫ്ലെയിം കുറച്ചിട്ട് 2 വിസിലും കൂടി അടിച്ചെടുപ്പിക്കാം. ജീരകം പൊട്ടിയിട്ടുണ്ട് ചെറുതാക്കി. ഇനി ഒരു 3 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഞാൻ കടല വേവിക്കുമ്പോൾ ചേർത്തിട്ടില്ല. മൂന്ന് വിസിലടിച്ചിട്ടുണ്ട്. ഇനി കുക്കർ ഓഫ് ചെയ്യാം. മുളകെല്ലാം ചൂടായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കൂട്ടുകറിയുടെ കഷ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഈ ചീനച്ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. രണ്ടും ഒന്നിച്ച് കായും ചേനക്കും. പുതിയ ചേനയാണെങ്കിൽ ഉണങ്ങാത്ത ചേനയാണെങ്കിൽ ചേനക്കും നേന്ത്രക്കായ്ക്കും ഒരേ വേവായിരിക്കും. ഉണങ്ങിയ ചേനയാണെങ്കിൽ ചേന കുക്കറിൽ വേവിക്കുന്നതാണ് എളുപ്പം. ഞാനിത് രണ്ടും ഒന്നിച്ച് ചേർത്ത് കൊടുത്തു. ഇത് കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ്, കടലയിൽ ഉപ്പ് ചേർത്തിന്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാനിപ്പോൾ ചേർക്കുന്നില്ല. കുറച്ച് അടുപ്പത്ത് തിളച്ച വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് പച്ചക്കറി വെന്ത് കിട്ടും. നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം. പച്ചക്കറി വേകുമ്പോഴേക്ക് കുറച്ച് അരപ്പിനുള്ള തേങ്ങ വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിൽ. കൂട്ടുകറിക്കൊന്ന് വറുക്കുന്ന തേങ്ങേൻ്റെ ഒപ്പരം തന്നെ ഇത് വറക്കാൻ പറ്റും. പക്ഷേ ഇത് കൂട്ടുന്നല്ല, ഇതാണ് കുറേ ഉണ്ടാകണ്ട. വിളവ് കൂടിയ തേങ്ങ ആയതുകൊണ്ട് കൊപ്ര പോലെ ആകാനായി. അതുകൊണ്ടാണ് ഇത് ഞാൻ വേറെ തന്നെ വറുത്തെടുക്കുന്നത്. കൂട്ടുകറിൻ്റെ കഷ്ണം തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് കൊടുക്കുക. അരക്കാനുള്ള തേങ്ങ ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. കഷ്ണം വെന്തോന്നൊന്ന് നോക്കാം. വേവാനായിട്ടുണ്ട്. ഒന്നുകൂടി അടച്ചു കൊടുക്കാം. അരക്കേണ്ട തേങ്ങ തണുക്കുമ്പോഴേക്കും അതേ ചീനച്ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കൂട്ടുകാർക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുകിട്ട് കൊടുത്തു. അത് പൊട്ടിക്കഴിഞ്ഞ് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കൂടുതൽ തന്നെ ആവശ്യമാണ് ഇതിന്.
നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉഴുന്ന് പൊട്ടി, 2 ചെറിയ ഉള്ളി, പിന്നെ 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും. പിന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ അരക്കാനും ഈ വറക്കാനും കൂടി ഞാൻ ഒരു വലിയ തേങ്ങയാണ് എടുത്തിന്. ചെറുതാണെങ്കിൽ 2 തേങ്ങ തന്നെ വേണം. ഞാൻ തേങ്ങ വറക്കുന്ന സ്റ്റൗ ഓഫ് ചെയ്തു. വറുത്തായിട്ടില്ല. ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഈ കടല കുക്കറിലേത് ഒഴിച്ച് കൊടുക്കലാണ്. സ്റ്റൗ കത്തിച്ചിട്ടില്ല, ഞാൻ അരച്ചു കൊണ്ടുവന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ഞാനിത് മാറ്റിയിടാൻ നീക്കി വെച്ചിട്ടാണ് ഉള്ളത്. തേങ്ങ വറുക്കാനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സമയം വേണ്ടത്. കൈവെക്കാതെ ഇളക്കണം. ഏകദേശമായി വരുന്നത്. കൂട്ടുകറീൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ തേങ്ങ വറുത്തിട്ട് നീക്കി വെച്ചു. കഷ്ണം തേങ്ങയെല്ലാം വറുക്കുമ്പോഴേ കുറച്ച് കൂടുതൽ വെന്തു കഴിഞ്ഞു. തേങ്ങ വറുത്തിട്ട് ഇപ്പുറം നീക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അടി കെട്ടിയില്ലാതെ കൊണ്ട് ഇളക്കുമ്പോൾ അനങ്ങിപ്പോകുന്നത്. ഞാനിത് ക്യാമറ ഓഫ് ചെയ്ത് കരിഞ്ഞ് ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. അധികം അങ്ങനെ ഇളക്കുന്നില്ല. ഇനി ചെറിയ തിള വരുന്നുണ്ട്. വറുത്തത് ഇതിലേക്ക് കോരി മാറ്റാം. ഇനി നന്നായി ഒന്ന് യോജിപ്പിച്ചാൽ നമ്മുടെ കൂട്ടുകറി ഏകദേശം ആയി. ഒന്ന് ഇളക്കാം. വറവൊക്കെ ചേർത്തിട്ട് ഏകദേശം ഞാൻ മിക്സ് ചെയ്തു. ഉരുളിയിലോ നല്ല കട്ടി കുക്കറിലായാലും ഇളക്കാൻ സൗകര്യമാണ്. ഞാനിപ്പം വളരെ നല്ല ഇളക്കുന്നു. കഷ്ണം കുറച്ച് കൂടുതൽ വെന്ത് കഴിഞ്ഞു. എന്നാലും ഞാൻ അധികം അങ്ങനെ ഉടച്ചിട്ടില്ല. കഷ്ണം കൊണ്ട് ഉടച്ചിട്ടേ ഇല്ല. തേങ്ങ വറുക്കുന്ന തിരക്കിന് ലേശം കൂടുതൽ വെന്ത് പോയി. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. തിളക്കുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. അരപ്പെല്ലാം ചേർക്കുകയല്ലേ. ചെറിയ തിള വരുന്നുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂട്ടുകറി പാത്രത്തിലേക്ക് മാറ്റി. ഉപ്പും എരിവുമെല്ലാം പാകത്തിനുണ്ട്. കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കുറച്ച് എരിവിന് മുന്നിൽ നിൽക്കേണ്ടത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും.